ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അപ്പുവിനും അതുപോലെ തന്നെ സിദ്ധാർത്ഥിനും ഒക്കെ കടുത്ത തിരിച്ചടി തന്നെ കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് പോവാട്ടോ. അങ്ങനെ അപ്പു ആണെങ്കിൽ പൂജ ഈ വീട്ടിലില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ അവിടുന്ന് മടങ്ങി പോവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് തന്നെ പൂജ വന്നിട്ട് അപ്പൂട്ടാ എന്നുള്ളൊരു വിളി വിളിക്കുകയാണ്. അപ്പുവിന് ആ വിളി കേട്ടതും പെട്ടെന്ന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. എന്തായാലും പൂജയെ കണ്ട തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറയണം. അതിനുവേണ്ടി തന്നെയാണല്ലോ അപ്പു രണ്ടും കൽപ്പിച്ച് പങ്കജിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ എടാ, ഈ ആളാണോ ഈ വീട്ടിലില്ല എന്ന് നീ കള്ളത്തരം പറഞ്ഞത്? അതെ, നീ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. എന്തിനാ പൂജ, നീ എന്തിനാ ഇവനെ കാണുന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതും എന്നും പറഞ്ഞ് പങ്കജ് പൂജയെ വിലക്കുമ്പോഴത്തേക്കിനും പൂജ പറയുന്നുണ്ട്, ഞാനൊരു 10 മിനിറ്റ് അപ്പുവിനോട് സംസാരിച്ചിട്ട് വരാം, പങ്കജ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറയാണ്. അപ്പൊ അപ്പു പറയുന്നുണ്ട്, പൂജ വാ, നീ വണ്ടിയിൽ കയറ്, എനിക്ക് നിന്നോട് സംസാരിക്കണം, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി സംസാരിക്കാന്ന് പറയുമ്പം ഏയ് അത് വേണ്ട, എന്തായാലും എന്ത് കാര്യമാണെങ്കിലും ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പങ്കജ് അങ്ങ് മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് അപ്പുവും പൂജയും കൂടി അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ പങ്കജിന് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. ഇവൻ എന്ത് പറയാനാണാവോ വന്നത് എന്നുള്ളൊരു ടെൻഷനാണ് പങ്കജിനുള്ളത്. അങ്ങനെ അപ്പു തന്റെ മനസ്സ് തുറക്കുകയാണ്. ഇത്രയും വർഷക്കാലം പൂജയോടുള്ള സ്നേഹമൊന്നും തുറന്നു പറയാതെ വളരെയധികം വിഷമിച്ച് എങ്ങനെയാകും എന്താകും എന്നൊന്നും അറിയാണ്ട് അങ്ങനെ സങ്കടത്തിൽ നിൽക്കുമായിരുന്നല്ലോ. ഇപ്പൊ ചിത്ര ഒരു പ്രചോദനം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങോട്ട് വന്നതും പൂജയെ കണ്ട് കാര്യങ്ങൾ പറയാനും ഒക്കെ തീരുമാനിച്ചത്. അങ്ങനെ പൂജ ചോദിക്കുകയാണ്, എന്താ അപ്പോട്ടൻ എന്നോട് പറയാനുള്ളത്? പൂജ, ഇത്രയും കാലം ഞാൻ നിന്നോട് മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം പൂജ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നമ്മുടെ അപ്പു അങ്ങ് പറയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗിഫ്റ്റ് ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചതാണ്. പലതും എനിക്ക് നിന്റെ അടുത്ത് എത്തിക്കാനോ തരാനോ ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ അപ്പു ഇത്രയും വർഷകാലം തന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു സ്നേഹം അത് പൂജയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന പൂജയാണെങ്കിലോ ഇത്രയും കാലം എന്തുകൊണ്ടാണ് എന്നോട് സത്യങ്ങൾ പറയാതിരുന്നത്? അപ്പോട്ടിന് എന്താണ് പേടിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അപ്പു പറയുന്നുണ്ട്, പല സാഹചര്യങ്ങൾ ഉണ്ടായി പൂജ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ ആരുടെയെങ്കിലും സാമീപ്യം അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇനി ഏത് രീതിയിൽ എടുക്കും, നീ ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിനെയൊക്കെ ബാധിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇത്രയും വർഷക്കാലം ഞാൻ ഈ സത്യം മൂടി വെച്ചത്. അപ്പം ഇപ്പൊ എന്തിനാ പിന്നെ എന്നോട് അത് തുറന്നു പറഞ്ഞെന്നുള്ളൊരു ചോദ്യം അത് പൂജ ചോദിക്കുമ്പോഴത്തേക്കിനും നീ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നല്, ഒരു ഉൾവിളി അതെനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പൂജ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സമാധാനത്തോടു കൂടി കേൾക്കണമെന്ന് പറയുമ്പം അപ്പോട്ടാ ഇനി നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് പൂജ കരയാൻ തുടങ്ങുകയാണ്. അപ്പൊ പൂജ പറയാണ്, ഇത്രയും കാലം ഞാനും എൻ്റെ ഉള്ളില് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ ആഗ്രഹിച്ചിരുന്നു, നിങ്ങളോടൊപ്പം സന്തോഷമുള്ളൊരു ജീവിതം. പക്ഷെ ഇനി എന്തായാലും അതൊന്നും സാധ്യമാകില്ലല്ലോ. അപ്പൊ ഉടനെ തന്നെ അപ്പു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പൂജ, നിനക്ക് ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോട്ടാ ഞാൻ പറഞ്ഞത് അപ്പൂട്ടനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്, അല്ലാതെ ഇപ്പോഴും സ്നേഹമാണ് എന്നുള്ള കാര്യമല്ല. അപ്പം നിനക്ക് എന്താ പറ്റിയേ എന്നുള്ള കാര്യമൊക്കെ അപ്പു ചോദിക്കുമ്പോഴത്തേക്കിനും പൂജ അവളുടെ മനസ്സ് തുറക്കുകയാണ്. എൻ്റെ അമ്മയോടും എന്നോടും ഒക്കെ നിങ്ങളുടെ അച്ഛൻ ചെയ്ത ചതി, അതിന് അച്ഛനല്ലേ പൂജ അങ്ങനെയൊക്കെ ചെയ്തത്? ഞാനും എൻ്റെ അമ്മയും ഒരിക്കലും നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്കൊരു വധു ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ അവൻ അവിടെ വെച്ച് ഇങ്ങനെ പറയുമ്പം, ഇല്ല ഇനിയിപ്പോൾ സമയം വൈകിപ്പോയി, ഇനി എനിക്ക് ഒരിക്കലും ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ കരുതിയിരുന്നു അപ്പുവേട്ടൻ്റെ പെണ്ണായിരിക്കും ഞാനെന്ന്. പക്ഷേ ഇപ്പം എൻ്റെ സ്വഭാവത്തിലും എൻ്റെ രീതികളിലും ഒക്കെ മൊത്തത്തിലൊരു മാറ്റമാണ്. ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് അപ്പുവിനെ മറക്കാൻ തന്നെയാണ് എന്നുള്ള സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അത് അപ്പു ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പുവിന് സഹിക്കാനേ പറ്റുന്നില്ല. അപ്പു അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോകും. പൂജയും വളരെ സങ്കടത്തോടു കൂടി കയറി പോകുമ്പോഴത്തേക്കിനും പങ്കജിന് നല്ല സന്തോഷമായിട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ, തന്റെ ഇടപെടൽ കൊണ്ടാണല്ലോ പൂജയിൽ ഇത്രയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ പൂജ അപ്പു അപ്പു എന്ന് വിളിച്ച് അപ്പുവിന് പിന്നാലെ നടക്കുന്ന ഒരാളാണല്ലോ. അങ്ങനെ ആ സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധ് ഫോൺ ചെയ്യുന്ന ഒരു സീനാണ്. അനിയാണെങ്കിലോ
ജയിലില് പ്രതീഷിന്റെ കാര്യങ്ങളൊക്കെ ആരോടും സംസാരിക്കുകയാണ്. സർ, ഞാൻ എന്തായാലും അതിന് വേണ്ടുന്ന പേപ്പറും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അവനൊരു പക്ഷേ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി അധിക കാലം അവന് ജയിലിൽ കഴിയേണ്ടി വരില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഇത് കേട്ടുകൊണ്ട് സിദ്ധു അങ്ങോട്ട് വരികയാണ്. സിദ്ധാർത്ഥ് വന്നതും പെട്ടെന്ന് അതിന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും സിദ്ധുവിനെ കണ്ടു. അപ്പം സാറേ, ഞാൻ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷം സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എപ്പോഴാണ് വന്നത്? വന്നിട്ട് അധികം നേരമായോ എന്ന് ചോദിക്കുമ്പം, ഏയ് നീ ആര് ജയിലിൽ കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്? അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധ് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഇനി അച്ഛൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങാനും കേട്ട് നിന്നിട്ടാണോ ഈ ചോദിക്കുന്നതെന്ന് വിചാരിക്കുമ്പം, മോനെ ആരാടാ ജയിലിൽ കിടക്കുന്നത്? അച്ഛൻ അതെൻ്റെ ഒരു കൂട്ടുകാരന്റെ അനുജനാണ്, അവൻ ജയിലിലാണ്. അപ്പം അവനെ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. എന്താ മോനെ, നിനക്ക് കള്ളത്തരം പറയാൻ പോലും അറിയില്ലേ? കൂട്ടുകാരനോടാണ് നീ ഇപ്പൊ സംസാരിച്ചതെങ്കിൽ അവനെ എന്തിനാ നീ സാറേന്ന് വിളിക്കുന്നത്? അച്ഛാ, അത് അവൻ വലിയൊരു പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയുക. അതൊക്കെ എന്തേലും ആയിക്കോട്ടെ. നിന്റെ അമ്മ എവിടെയാന്ന് ചോദിക്കുമ്പം അമ്മ അകത്തുണ്ട്. എനിക്കിന്ന് സുമിത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് പോവാൻ തുടങ്ങുമ്പം, അച്ഛൻ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥിന് കൈ കൊടുക്കുകയാണ് അനി. അങ്ങനെ സിദ്ധു ആണെങ്കിൽ ഇതാ സുമിത്രയുടെ അരികിലെത്തി. സുമിത്രയെ കണ്ടതും, സുമിത്ര, എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ സുമിത്രയും പറയുന്നുണ്ട്, സിധു, നിങ്ങളോട് എനിക്കും ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നാൽ സുമിത്ര തന്നെ പറഞ്ഞു എന്ന് പറയുമ്പം, വേണ്ട, സിദ്ധാർത്ഥല്ലേ ആദ്യം പറയാൻ വന്നത്, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അങ്ങനെ സിധു പറയാണ്, ഇത്രയും വർഷം ഞാൻ എന്തിനാണ് വിദേശത്ത് കഴിഞ്ഞതെന്ന് നിനക്കറിയാലോ. എന്തുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരികെ വന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പം, എനിക്കറിയാം. എന്നെയും നിങ്ങളുടെ അമ്മയെയും മക്കളെയും ഒക്കെ കൂട്ടി ശ്രീനിലയത്തിൽ താമസിക്കണം. ആ ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ മടങ്ങി വന്നത്? അത് തന്നെ, ആ ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ നിറയുള്ളത്. അപ്പൊ നീ എൻ്റെ മനസ്സറിയുന്നുണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥ് തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ സുമിത്രയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ സുമിത്രയാണെങ്കിലോ അത് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതെ സിദ്ധു, നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. സുമിത്ര, നമുക്ക് ഇനിയും പഴയതുപോലെ ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നുള്ള കാര്യം അത് സിദ്ധു ഇങ്ങനെ പറഞ്ഞതും സുമിത്ര പറയുകയാണ്, ഇനി എന്തായാലും ആ രീതിയിലുള്ള ഒരു ജീവിതം അത് നമ്മൾ തമ്മിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ല. എനിക്കൊരു ഭർത്താവുണ്ട്, അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തെ വിചാരിച്ച് മാത്രമാണ് താൻ കഴിയുന്നത്. പിന്നെ നിങ്ങളുടെ അമ്മ നിർബന്ധിച്ചിട്ടാണ് നിങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ തന്നെ ഞാൻ തയ്യാറായത്. നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് എൻ്റെ പൂജമോള് എത്രമാത്രം വിഷമിച്ചു. അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ട ഒരു അവസരം വരെ വന്നു. നിങ്ങളുടെ അമ്മ അഭയം ചോദിച്ചാണ് ഈ വീട്ടിൽ വന്ന സമയത്ത് അവരോട് അല്പം കാരുണ്യം കാണിച്ചു പോയതാണ് ഞാനും എൻ്റെ മോളും ഒക്കെ ചെയ്ത ഏക തെറ്റ്. അതുവരെ സമാധാനമായിട്ട് സന്തോഷമായിട്ടും താമസിച്ചു പോരുമായിരുന്നു ഞങ്ങള്. കുറച്ചധികം വിഷയങ്ങളൊക്കെ ഉണ്ട് സിദ്ധാർത്ഥ്, ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്നെ വലിച്ചിഴക്കരുത് എന്നുള്ള അപേക്ഷയാണ് സുമിത്ര പങ്കുവെക്കുന്നത്. അങ്ങനെ സിദ്ധു ആണെങ്കിലോ ഇനിയിപ്പം ഇവളോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ആകാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരനാണെങ്കിലോ, സുമിത്ര, എനിക്ക് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് തനിക്ക് ഏറ്റവും അധികം സങ്കടമുള്ളൊരു കാര്യം തന്നെയാണെന്ന്. അതുകൊണ്ട് ഞാൻ പോയിക്കോളാടോ. ഞാൻ ഇനി അധിക നാൾ ഇവിടെ നിൽക്കില്ല. ഞാൻ അമേരിക്കയിലേക്ക് തന്നെ തിരികെ പോവാം. അപ്പൊ തനിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഞാൻ ഇനി ഇന്ത്യയെ പോലും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കിനും തനിക്ക് പിന്നെ എന്താ അല്ലേ സമാധാനവും സന്തോഷവുമായിട്ട് തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് അടിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, അത് തന്നെ ആയിരിക്കും നല്ലത്. എന്തായാലും നിങ്ങൾ പോകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ അമ്മയെ കൂടി കൂട്ടുന്ന കാര്യം ഒന്ന് പരിഗണിക്കണോട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിൽ മൊത്തത്തിൽ തകർന്നു. അതിലും വലിയൊരു കുരിശാണല്ലോ അമ്മ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ഇനി കൂട്ടണമെന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ രസമല്ലേ. അങ്ങനെ സിദ്ധു മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആ ഒരു സമയത്ത് സുമിത്രയാണെങ്കിലും തന്റെ തീരുമാനങ്ങളൊക്കെ വ്യക്തമായി സിദ്ധുവിന്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. ഇനിയിപ്പോ തനിക്ക് പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ നിരാശാകുലനായി നമ്മുടെ സിദ്ധാർത്ഥ് ഇങ്ങനെ വാതിൽപ്പടിക്കലിരിക്കുന്നത് കാണിക്കുകയാണ്. ആ ഒരു സീനിന് ശേഷമാണെങ്കിലോ നമ്മുടെ അനന്യയെ കാണിക്കുകയാണ്. അനന്യയാണെങ്കിൽ നമ്മുടെ സ്വരമോൾ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തിലൊക്കെയാണ്. സ്വരയുമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും ശരിക്കും നമ്മുടെ അനന്യയുടെ സർവ്വ നിയന്ത്രണവും വിട്ടു. അവൾ പൊട്ടിക്കരയാണ്.
തൻ്റെ കുഞ്ഞ് വളർത്തു മകളാണെങ്കിൽ കൂടിയും തൻ്റെ മകളായിട്ട് തന്നെയാണ് അനന്യ ആ കുഞ്ഞിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ മകള് വിഷമിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ വിശ്വം വരികയാണ്. വിശ്വം വന്നതും മോളെ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട, എന്തായാലും അവൻ സുമിത്രയുടെ അരികിലേക്കാണല്ലോ പോയത്. സുമിത്ര ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, നീ വിഷമിക്കണ്ട. അനിരുദ്ധ് എന്തായാലും നിന്നെ ഉപേക്ഷിച്ചു പോകുമൊന്നുമില്ല. സ്വരമോളും അതുപോലെ നീയും അനിരുദ്ധും തമ്മിലുള്ള നല്ലൊരു ജീവിതം കാണാനായിട്ടാണ് അച്ഛൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനന്യയെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അനന്യാണ് അനിരുദ്ധ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവനെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മോളെ സാധിക്കും, സുമിത്രയാണ് അവന്റെ അരികിലുള്ളത്. സുമിത്ര വിചാരിച്ചാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് അനന്യയെ ആശ്വസിപ്പിക്കുന്ന വിശ്വനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.